നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ അലവിലിൽ ദമ്പതികളെ വീട്ടിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. അനന്തൻ റോഡിന് സമീപത്തെ കല്ലാളത്തിൽ പ്രേമരാജൻ 75 വയസ്സ്, ഭാര്യ AK ശ്രീലേഖ 68 വയസ്സ് എന്നിവരാണ് മരിച്ചത്. മന്ത്രി AK ശശീന്ദ്രന്റെ സഹോദരിയുടെ മകളാണ് മരിച്ച ശ്രീലേഖ. മകൻ വിദേശത്ത് നിന്ന് എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് മാതാപിതാക്കളുടെ മരണം എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. വ്യാഴാഴ്ച വൈകിട്ട് 5:45 ഇരുവരെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വിദേശത്ത് നിന്ന് വരുന്ന മകനെ വിമാനത്താവളത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ കാർ എടുക്കാൻ ഡ്രൈവർ സരോഷ് വീട്ടിലെത്തി ദമ്പതികളെ വിളിക്കുന്നു. പക്ഷേ സരോഷിന് ദമ്പതികളുടെ ഭാഗത്തുനിന്ന് മറുപടിയൊന്നും കിട്ടുന്നില്ല, പ്രതികരണമൊന്നും ഉണ്ടാകുന്നില്ല. തുടർന്ന് ഡ്രൈവർ വളപട്ടണം പോലീസിൽ വിവരം അറിയിച്ചു. അയൽവാസികൾ എത്തുന്നു. പിന്നാലെ ഇവർ വീട് തുറന്ന് അകത്തേക്ക് കടന്നു. അപ്പോഴാണ് കിടപ്പുമുറിയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ഈ മൃതദേഹങ്ങൾ കാണുന്നത്. ഭർത്താവ് പ്രേമരാജൻ ഭാര്യയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ സംശയം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ എന്താണ് രണ്ടുപേരുടെയും മരണത്തിന് കാരണം, മരണത്തിലേക്ക് നയിച്ചത് എന്താണ് എന്നതിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും വീട്ടിൽ പരിശോധന നടത്തി. സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജ്, ഇൻസ്പെക്ടർ P. വിജേഷ്, SI TM വിപിൻ എന്നിവർ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റിന് ശേഷം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം വെള്ളിയാഴ്ച രാവിലെ നടക്കും. പ്രേമരാജൻ സാവോയി ഹോട്ടലിലെ മാനേജറായി ജോലി ചെയ്തിരുന്നു. മക്കൾ പ്രബിത്ത്, ഷിബിൻ എന്നിവരാണ്. ഭർത്താവ് പ്രേമരാജൻ ഭാര്യയെ തലയ്ക്കടിച്ച് വീഴ്ത്തിയ ശേഷം തീ കൊളുത്തിയതായിരിക്കുമോ എന്ന ഒരു സംശയമാണ് നിലവിലുള്ളത്. AK ശ്രീലേഖയുടെ തലയുടെ പിൻഭാഗം പൊട്ടി രക്തം വാർന്ന നിലയിലാണ്. പക്ഷേ എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന ചോദ്യത്തിന് ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും വിമാനത്താവളത്തിൽ അച്ഛനമ്മമാരെ പ്രതീക്ഷിച്ചെത്തിയ ഷിബിൻ കേട്ടത് അവരുടെ മരണ വാർത്തയാണ്. ദാരുണാന്ത്യം മാതാപിതാക്കൾ സംഭവിച്ചിരിക്കുന്നു. ബഹ്റിനിൽ നിന്നും വൈകിട്ടാണ് കല്ലാളത്തേക്ക് ഷിബിൻ വന്നത്. കണ്ണൂർ വിമാനത്താവളത്തിലായിരുന്നു ഷിബിൻ വന്നിറങ്ങിയത്. എന്നാൽ തന്നെ കാത്തിരുന്നതാകട്ടെ വളരെ വേദനാജനകമായ, അപ്രതീക്ഷിതമായ, നടുക്കുന്ന വാർത്തയാണ്. എല്ലാവരോടും സൗമ്യമായിട്ട് മാത്രമാണ് പ്രേമരാജൻ ശ്രീലേഖ ദമ്പതികൾ പെരുമാറാറുള്ളത്. അങ്ങനെയുള്ള ആ ദമ്പതികളുടെ മരണം അക്ഷരാർത്ഥത്തിൽ അലവിൽ ഗ്രാമത്തെ മുഴുവൻ നടുക്കിയിരിക്കുകയാണ്. വർഷങ്ങളായി പ്രേമരാജന്റെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അയൽവാസി സരോഷ്. വൈകിട്ട് ഏറെ നേരം ഫോൺ ചെയ്തിട്ടും പ്രേമരാജൻ ഫോൺ എടുക്കുന്നില്ല. ഇതേ തുടർന്ന് വീട്ടിലെത്തി പരിശോധന നടത്തിയപ്പോഴാണ് സരോഷ് ഈ ഒരു നടക്കുന്ന വിവരം അറിയുന്നത്. നാട്ടുകാരുടെയൊക്കെ സഹായത്തോടെയാണ് അവർ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത്. കോളിംഗ് ബെൽ അടിക്കുന്നു, തുറക്കാതായി. ഇതോടെ അസ്വാഭാവികത ഇവർക്ക് തോന്നുന്നു. തുടർന്നാണ് അയൽവാസികളുടെയൊക്കെ സഹായത്തോടെ വാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചത്. കിടപ്പുമുറിയിൽ കണ്ട കാഴ്ച അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും നിലവിളിപ്പിക്കുന്നതായിരുന്നു. കാരണം അത്രയും ഭയാനകമായ ഒരു കാഴ്ച തന്നെയാണ് അവർ കിടപ്പുമുറിയിൽ കണ്ടത്. വളപട്ടണം പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ ശ്രീലേഖയുടെ തലയ്ക്ക് അടിയേറ്റ പാടുകൾ കണ്ടെത്തുകയായിരുന്നു. അതുകൊണ്ടാണ് ഭാര്യയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം പ്രേമരാജൻ ആത്മഹത്യ ചെയ്തതാകാമെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. പൊള്ളലേറ്റ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. മുറിയിൽ മണ്ണെണ്ണയുടെ ഗന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. കിടക്കയിൽ ചുറ്റിക കൂടി കണ്ടെത്തി. ഇതോടെയാണ് പോലീസ് അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ അന്തിമ തീരുമാനത്തിൽ എത്താനാകൂ. ഈ മണ്ണെണ്ണയുടെ മണമുണ്ട്, ചുറ്റികയുണ്ട്. അപ്പോൾ രണ്ടുപേരുടെയും മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലാണ്. ഈ ശ്രീലേഖയുടെ തലയ്ക്ക് പിന്നിൽ അടിയേറ്റതുണ്ട്. അപ്പോൾ ആരാണ് അടിച്ചത്? അപ്പോൾ മൂന്നാമതൊരാൾ ഇതിലുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാകുന്നു. ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഓസ്ട്രേലിയയിലുള്ള മൂത്ത മകൻ പ്രബിത്ത് നാട്ടിലെത്തിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. വീട്ടിൽ പോലീസ് പരിശോധന പുലർച്ചെ വരെ ഉണ്ടായിരുന്നു. പുലർച്ചെയോടെയാണ് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. വളപട്ടണം SHO P. വിജേഷ്, SI TM വിപിൻ എന്നിവർ അന്വേഷണത്തിന് നേതൃത്വം നൽകി. അലവിലിൽ ദമ്പതികൾ വീട്ടിൽ പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ പുറത്തു നിന്നുള്ള ആരുടെ ഇടപെടലില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. വീട് അകത്തു നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. മൃതദേഹങ്ങൾ കിടപ്പുമുറിയിൽ നിലത്ത് കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. സമീപത്തെ കിടക്കയിൽ ചുറ്റികയും കണ്ടെത്തിയിട്ടുണ്ട്. ശ്രീലേഖയുടെ തലയുടെ പിൻഭാഗം പൊട്ടി രക്തം വാർന്ന നിലയിലാണ്. ഈ പ്രേമരാജൻ ഭാര്യയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി തീ കൊളുത്തി ജീവനൊടുക്കി എന്നാണ് പോലീസിന്റെ സംശയം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ഒരു വ്യക്തത വരികയുള്ളൂ. ഇരുവരെയും വ്യാഴാഴ്ച വീടിന് പുറത്തേക്ക് കണ്ടിരുന്നില്ല എന്ന് അയൽവാസികൾ പറയുന്നു. ഗേറ്റിലെ ബോക്സിൽ ദിനപത്രവും എടുക്കാതെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരെയും നടുക്കിയൊരു വാർത്തയായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ യുവതിയുടെ നെഞ്ചിൽ ട്യൂബ് കുടുങ്ങിയ സംഭവം. ഈ സംഭവത്തിൽ ഡോക്ടർക്കെതിരെ പോലീസിൽ കുടുംബം പരാതി നൽകി. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാറിനെതിരെയാണ്
കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് യുവതിയുടെ മൊഴിയെടുക്കും. ഡോക്ടറുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. നെഞ്ചിൽ ഗൈഡ് വയർ കിടക്കുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം അതിൽ അതിരൂക്ഷ വിമർശനം കഴിഞ്ഞ ദിവസം ഉയർന്നു. തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യൽ ശസ്ത്രക്കിടെ സുമയ എന്ന യുവതിയുടെ നെഞ്ചിൽ ട്യൂബ് കുടുങ്ങുകയായിരുന്നു. സംഭവത്തിൽ ചികിത്സാ പിഴവ് സംബന്ധിച്ചുകൊണ്ടുള്ള ജനറൽ ആശുപത്രിയിലെ സർജൻ ഡോക്ടർ രാജീവ് കുമാറിന്റെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. രോഗിയുടെ ബന്ധുവുമായുള്ള സംഭാഷണത്തിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത്. 2 ദിവസം മുമ്പാണ് പരാതിക്കാരിയായ സുമയയുടെ ബന്ധുവായ സബീർ ഡോക്ടറോട് വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്. തെറ്റ് പറ്റിപ്പോയെന്ന് ഡോക്ടർ പറയുന്നതാണ് ശബ്ദരേഖയിലുള്ളത്. മരുന്നിനുള്ള ട്യൂബ് ഇട്ടവരാണ് ഉത്തരവാദികളെന്നാണ് ജനറൽ ആശുപത്രിയിലെ സർജൻ ഡോക്ടർ രാജീവ് കുമാർ യുവതിയുടെ ബന്ധുവിനോട് പറഞ്ഞത്. തൈറോയ്ഡ് ഗ്രന്ഥി മാറ്റണമെന്ന ഡോക്ടർ രാജീവ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം 2023 മാർച്ച് 22-നാണ് യുവതി ശസ്ത്രക്രിയയ്ക്കായി എത്തിയത്. ഒരാഴ്ചത്തെ ആശുപത്രിവാസം. അതിനുശേഷം സുമയ വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ ഇടയ്ക്കിടെ ശ്വാസ തടസ്സം ഉണ്ടാകുന്നു. തുടർന്ന് ഇതേ ഡോക്ടറുടെ അടുത്ത് 2 വർഷം ചികിത്സ തുടർന്നു. എന്നാൽ കഫക്കെട്ടും ശ്വാസ തടസ്സവും കടുത്തപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അവിടുത്തെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എക്സ്റേ എടുത്തപ്പോഴാണ് നെഞ്ചിനകത്ത് ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയ സാമഗ്രികളുടെ ഭാഗമായ ഗൈഡ് വയർ കണ്ടത്. തുടർന്ന് എക്സ്റേയുമായി യുവതി ഡോക്ടർ രാജീവ് കുമാറിനെ സമീപിച്ചു. പിന്നീട് രാജീവ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ശ്രീചിത്ര ആശുപത്രിയിൽ ചികിത്സ തേടി. കാലപ്പഴക്കം കാരണം വയർ രക്തക്കുഴലുമായി ഒട്ടിച്ചേർന്നെന്നും എടുക്കാൻ കഴിയില്ലെന്നും CT സ്കാനിൽ കണ്ടെത്തി. ഇക്കാര്യം രാജീവ് കുമാറിനെ അറിയിച്ചതോടെ തനിക്കൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞെന്നാണ് DMOയ്ക്ക് നൽകിയ യുവതിയുടെ പരാതിയിലുള്ളത്. അതേസമയം വയർ കുടുങ്ങിയ സംഭവത്തിൽ ജനറൽ ആശുപത്രിയിൽ വലിയ വീഴ്ചയാണ് നടന്നത്. അനസ്തേഷ്യ ഡോക്ടർക്ക് പകരം 3 മാസത്തേക്ക് പരിശീലനത്തിലെത്തിയ PG ട്രെയിനി ഡോക്ടർ യുവതിക്ക് സെൻട്രൽ ലൈൻ ഇട്ടപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. അതേസമയം വീഴ്ച സംബന്ധിച്ചുള്ള ഡോക്ടർ രാജീവ് കുമാറിന്റെ ശബ്ദരേഖയും ഡോക്ടർ വിദഗ്ധ ചികിത്സയ്ക്കായി പണം അയച്ചതിന്റെ സ്ക്രീൻഷോട്ടും ബന്ധുക്കൾ പുറത്തുവിട്ടു. ഇതോടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ ഡോക്ടർക്ക് കഴിയാതായി. ഡോക്ടർക്കെതിരെ നടപടി വേണമെന്നും കുടുങ്ങിയ വയർ പുറത്തെടുക്കണമെന്നും ആവശ്യപ്പെട്ട് യുവതി ഇന്ന് DMO ഓഫീസിന് മുന്നിൽ സമരം നടത്തും. കാട്ടാക്കട കിള്ളി തൊളിക്കോട്ട് കോണത്ത് റസിയ മനസ്സിൽ സുമയാണ് നെഞ്ചിൽ ട്യൂബ് കുടുങ്ങി ദുരിതം അനുഭവിക്കുന്നത്. 26 വയസ്സുകാരിക്കാണ് ഈ ദുരിതം നേരിടേണ്ടി വന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.